സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻ്റർവ്യൂവിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫയർ ഫോഴ്സിൽ DRS WRS എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റെഡിയല്ലേ? അടുത്തിലോട്ട് പോട്ടെ. ഇനി നമുക്ക് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യാണ്, ഇങ്ങോട്ട് വരാം. താഴോട്ട് പോട്ടെ. താഴോട്ട് പോകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ സിസ്റ്റം പറയുന്നുണ്ട്, വാട്ടർ സ്പ്രേ സിസ്റ്റം പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ ഒറ്റ ലിസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 308. 308 2011 ആണ്. 308 16 ടൈപ്പ് ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. ഇതിപ്പോൾ പഠിക്കേണ്ട, നമുക്ക് ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ DRS, WRS, FHRS, AS, PAS, WSS, WMS, YFH, FSS, FIS, DCS, WS, CAS, CDS, FM, FE. അത് എഴുതണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് 16 ഐറ്റംസ് മാത്രം പറയാണ്. ആ ടോപ്പിക്ക് മാത്രം എഴുതിയാൽ മതി. നമുക്ക് വേറെ തന്നെ ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഇതല്ലേ? ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ, നോൺ ഇൻഡസ്ട്രിയൽ ടൈപ്പിലോട്ട് വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ടൈപ്പിലോട്ട് വരുന്നുണ്ട്. അതില് ഈ 2011 ഒരു പ്രത്യേകതയാണ്, പലപ്പോഴും നമ്മൾ 2018 മാത്രം റെഫർ ചെയ്യൂല. അപ്പൊ നിങ്ങൾക്ക് ഏതെല്ലാം ബിൽഡിങ്ങിൽ ഏതെല്ലാം സർവീസ് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചില കേസ് പ്രാക്ടിക്കലായിട്ട് വരില്ല. ഇങ്ങനത്തെ ഡോക്യുമെന്റ്സിലൊക്കെ ഉള്ള ചാലഞ്ച് എന്താ പറയുക, ഒരു വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ഒരു റൂള് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂൾ എവിടെയും ചേഞ്ച് ആകാൻ പാടില്ല. എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ലാർജസ്റ്റ് ഫ്ലോർ സിംഗിൾ ലാർജസ്റ്റ് കമ്പാർട്ട്മെന്റ് ഏരിയ ലെസ് ദാൻ ഈക്വൽ ടു 900 മീറ്റർ സ്ക്വയർ എന്ന് കൊടുത്തു. അനിമൽ ഹൗസിംഗ് എന്നുള്ളൊരു പ്രൊജക്റ്റാണ് ശേഷം. അനിമൽസിന്റെ ഷെൽട്ടേഴ്സ് ഇല്ലേ, അതിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവിടെ DRS മാത്രം എന്ന് പറയുന്നത് 900 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അവിടെ ഒരു ജനറേറ്റർ കൊണ്ടുവച്ചു ശേഷം, അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഒരു സംഗതി കൊണ്ടുവച്ചു 900 മീറ്റർ സ്ക്വയറിൽ, അവിടെ DRS മാത്രം മതി എന്ന് ഫയർഫോഴ്സ് ഒരിക്കലും പറയില്ല. അവിടെ സ്പ്രിംഗ്ലർ വേണം, അല്ലെങ്കിൽ ഫോം വേണം എന്ന് പറയും. അപ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെന്തായി? തെളിവായി. അപ്പോൾ 2018 വരുമ്പോൾ അങ്ങനത്തെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണില്ല. മനസ്സിലായി? അപ്പോൾ ഇത് ഫസ്റ്റ് UAE പിന്നെ സെറ്റ് ചെയ്ത് വെച്ചൊരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ റൂൾസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരും. ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് NFPA ഡോക്യുമെന്റിൽ 30 നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ക്ലിയർ ആയിട്ട് എഴുതി വെക്കൂല. ഒരു ജനറൽ കൺസെപ്റ്റ് മാത്രമേ പറയുള്ളൂ. കാരണം എന്താ, അത് ഇത്രയും രാജ്യങ്ങളിൽ ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും ഒരുപോലെ വരുമോ? ഇല്ല. ഇപ്പോൾ ഈ 900 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല സമ്മർ സീസൺ വരുന്ന ഒരു ഏരിയ ശേഷം 60 ഡിഗ്രി വരുന്ന ഏരിയ, അവിടെ ചിലപ്പോൾ വുഡോ ചെറിയ വൈക്കോലോ, ഇതിപ്പോൾ അനിമൽ ഷെൽട്ടേഴ്സ് അല്ല പറയണം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കിടന്നാൽ മതി, ചൂടായി കത്തിപ്പോലെ. അപ്പോൾ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. മനസ്സിലായി? അപ്പോൾ ഇവർ പറയുന്ന റൂൾസിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ചില ഡോക്യുമെന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എവിടെയും തൊടാത്ത വരി കാണാൻ പറ്റും. മന്ത്രിമാരൊക്കെ സംസാരിക്കൂലേ, അതുപോലെ. അങ്ങനെ കുറച്ച് ചില ഡോക്യുമെന്റ് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് കഴിയും. ഇപ്പം ഓസ്ട്രേലിയൻ്റെ ഡോക്യുമെന്റ്, കാനഡൻ്റെ ഡോക്യുമെന്റിലൊക്കെ കൃത്യമായിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഓരോ മുനിസിപ്പാലിറ്റിൻ്റെ ഉള്ളിൽ എന്ത് വേണമെന്നുള്ള തീരുമാനം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ബിൽഡിങ്ങിന്റെ പേര് വരെ ചിലർക്ക് മാറ്റമുണ്ട്. മനസ്സിലായോ? ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ഫ്ലാറ്റുകൾക്ക് ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറയാം, ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഫ്ലോർ എന്ന് പറയാം. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ വേർഡുകൾ ഉപയോഗിക്കുന്നവരെ ചില കൺട്രീസിൽ ഡിഫറെൻ്റ്. അപ്പോൾ വെറുതെ അത് മാറ്റങ്ങളല്ല വരുന്നത്, അതിനൊക്കെ റീസൺസ് ഉണ്ടാവും. ക്ലിയർ ആണ്? അപ്പോൾ ഇത് ചാർട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇത് റെഫറൻസ് അല്ല, നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പേജ്, അത്രേ ഉള്ളൂ. അപ്പോൾ പേജ് നമ്പർ 310 ടൈപ്പ് ഓഫ് പ്രൊജക്റ്റും അതിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് എന്തെല്ലാം വരും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 16 ഐറ്റം ഇവിടെ കാണാം. ഈ കോഴ്സുകൾ DRS WRS പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരാൾക്ക് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാവാൻ ഇത് വളരെ നല്ലതാണ്. ഒരു പ്രൊജക്റ്റ് നമ്മളെ കൈ കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്റ്റിൽ ഏത് സിസ്റ്റം ഉപയോഗിക്കണം? ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ലേബർ അക്കോമഡേഷൻ. 900 മീറ്റർ സ്ക്വയറിൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടെ DRS മതി, ഡ്രൈ റൈസർ സിസ്റ്റം മതി, വെള്ളമില്ലാത്ത
ഫയർ ഫൈറ്റിങ്ങിന്റെ ആ പൈപ്പ് മാത്രം മതി. അതേ സാധനം നമ്മൾ 900ന്റെ മേലെ പോയി, അപ്പോൾ WRS ആയി, വെള്ളമുള്ള സിസ്റ്റം ആയി. അതേ സാധനം ബേസ്മെന്റ് അടക്കം വന്നു, അപ്പോൾ AS വന്നു, ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ വന്നു. മനസ്സിലായോ? അങ്ങനെ ഇവിടെ നോക്കുന്ന സമയത്ത് ഓരോ ഏരിയക്ക് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ഏരിയ വരുന്ന സമയത്ത് ഇവിടെ ലാർജസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഇത്ര ഏരിയ വരാൻ പാടുള്ളൂ എന്നുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ പ്രൊജക്ട് ചെറിയ പ്രൊജക്ട് മുതൽ ഒരേ ഫെസിലിറ്റി ഒരേ പർപ്പസ്, പക്ഷെ ചെറിയ പ്രൊജക്ട് മുതൽ റൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായി എൻ്റെ സൈസ് ഇങ്ങനെ കൂടി 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 വരും. അപ്പോൾ ഏത് സിസ്റ്റം ആണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ മെറ്റീരിയലും കൂടി കൺസിഡർ ചെയ്യാണ്ട് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ചങ്ങരകുളം ഭാഗത്ത് ആരെയുണ്ടോ ഇവിടെ? ഇല്ല. എടപ്പാള് ഇല്ല. ഈ രണ്ട് സ്ഥലത്തെ പ്രത്യേകത എന്താ അറിയോ? അല്ലെങ്കിൽ ഈ ചങ്ങരകുളത്തെ പ്രത്യേകത എന്താ പറയുക? അവിടെ ഒരു ഒരു തൊഴുത്തുണ്ട്, എയർ കണ്ടീഷൻ തൊഴുത്ത്. കാളല്ലേ, കാളൗട്ട് എന്ന് പറയും. കാളൗട്ടിനുള്ള ഒരു തൊഴുത്ത്. കെയ് എന്ന് പറഞ്ഞ ആളെ സ്ഥാപനമാണ്. അയാൾ വലിയ അടക്ക കച്ചവടക്കാരനാണ്. പറമ്പ് ഇഷ്ടംപോലെ പറമ്പുണ്ട്. അടക്ക ഏറ്റവും കൂടുതൽ ഏഷ്യ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഇവരെ പ്രത്യേകത എന്താ? ഇവരെ ഹോബി എന്ന് പറയുന്നത് കാളൗട്ടാണ്. ചങ്ങരകുളത്തുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഈ കാളൗട്ടിന് വരുന്ന കാളയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ്. മുടിയാഴ്ചയിൽ വരുന്ന പോത്തിൻ്റെ റേറ്റ് എത്ര? 30-40 അല്ലേ? അപ്പോൾ ബാക്കി ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീറ്റിപ്പറ്റി കൊണ്ടെടുക്കുന്ന സാധനങ്ങൾ. കാണാൻ വലിയ പോലെ ഉണ്ടാവില്ല, ഹൈറ്റ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും, നല്ല സ്പീഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കുള്ള ഭക്ഷണം, കാര്യങ്ങൾ, ക്ലൈമറ്റ് ഒക്കെ ഡിസൈൻഡ് ആണ്. ഇപ്പോൾ ഈ ചങ്ങരകുളത്തെ ഈ ഫാമിൻ്റെ ഉള്ളിൽ എയർ കണ്ടീഷൻഡ് ഫാമാണ്. മനസ്സിലായി? ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻ്റ് ഉണ്ട്, മുർഷിദ് പറഞ്ഞിട്ട്. അവന് അബുദാബിയിൽ മുസഫയിൽ മെയ്ദാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മെയ്ദാൻ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിനൊക്കെ മൈതാനല്ലേ, അതുപോലുള്ളൊരു സെറ്റപ്പ് പോലെ അവിടെ ഹോഴ്സ് റേസാണ്. ഹോഴ്സ് റേസും അപ്പോൾ അതിന് കീപ്പ് ചെയ്യുന്ന തൊഴുത്തിൻ്റെ പേരാണ് ഹോഴ്സ് സ്റ്റേബിൾസ് എന്ന് പറയാം. STABLES. ഈ ഹോഴ്സ് സ്റ്റേബിൾസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, ചിലപ്പോൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, പല ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം. അപ്പോൾ അവിടെ സ്റ്റീലാണ് വരുന്ന ശേഷം ഫയർ വരാനുള്ള ചാൻസ് കുറവാണ്. വുഡാണ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്. ഇനി അവിടെ ലെതറും വരുന്ന കേസസ് വരാറുണ്ട്. ലെതർ എവിടെ വരിക? അതിൻ്റെ മേലിടാൻ എന്തായാലും കുറച്ച് ലെതേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ആ ലെതറും അവിടെ കീപ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ തീറ്റയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചില ഏരിയയിൽ ഫയർ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ കേസിലൊക്കെ ആ ഏരിയ ബേസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് സ്റ്റേബിൾസ് എന്ന് പറയുന്നത് കുതിരക്കാവാം, പശുവിനാവാം, കാളക്കാവാം, ഈ വേറെയുള്ള പല കഴുത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവാം. ഏതായാലും കഴുതൊക്കെ നമ്മൾ എയർ കണ്ടീഷൻ കൊടുക്കില്ല, ബാക്കിയുള്ളതിനൊക്കെ കൊടുക്കും. ഏറ്റവും കൂടുതൽ പണിപ്പിക്കുന്ന ആരെ കൊണ്ടാണ്? കഴുതിനെ കൊണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പ്രത്യേകത എന്താണ്? ഈ റൂമുകളൊക്കെ എന്തിൻ്റെ ബേസിലാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഒരു സ്റ്റേബിൾസ് എന്ന് പറഞ്ഞിട്ടോ അനിമൽ ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടോ എനിക്ക് ഒറ്റ ക്ലാസിഫിക്കേഷൻ അല്ല ഉണ്ടാവുക, ഒന്നിലധികം ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ ഡീപ്പ് ലെവലിൽ പോകേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഇതിൽ ഈ പറഞ്ഞ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മനസ്സിലായി? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് ഈ ഭാഗം. ഇനി നമുക്ക് അടുത്തത് മോശോട് പോയി ഇത് കുറേ ചാർട്ട് ഉണ്ട് കേട്ടോ, എല്ലാം കൂടി ഞാൻ പറയണില്ല, പിന്നീട് ഓരോന്നോരോന്ന് നോക്കാം. അടുത്ത ചാർട്ടാണ് നേരത്തെ ഫിറോസ് പറഞ്ഞത്. ആരാണ്? ഫയർ ഹോസ് സ്റ്റേഷൻസ് അല്ലേ? അവിടെ നമുക്ക് കുറച്ച് ടേംസ് കാണാം. ഒന്ന് ആദ്യം ഡ്രൈ റൈസർ സിസ്റ്റം എന്താണ്, അതിന്റെ ടേബിൾസ് എന്താ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 322. ഞാൻ PDF നമ്പർ അല്ല പറയും കേട്ടോ, താഴത്തെ നമ്പറാണ്, പേജിലെ നമ്പറാണ് പറയുന്നത്. 322. ഇവിടെയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും നല്ല ഡീപ്പ് ലെവലിൽ നോളജ് ഉള്ള ആൾക്കാരാണ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളോട് ചോദിക്കും, വാട്ട് ഈസ് ഫയർ ഹൗസ് സ്റ്റേഷൻ, എന്തെല്ലാം കമ്പോണൻസ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ
എന്താണ് അവിടുത്തെ ഫ്ലോ റിക്വയർമെൻറ്റ്, എന്താണ് അവിടുത്തെ പ്രഷർ റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ ഫ്ലോ വാട്ടർ ഡിമാൻഡ് എന്താണ്, ഹൈഡ്രോളിക് കാൽക്കുലേഷൻ എന്താണ്. ഈ 3 ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാം. അപ്പോൾ നമ്മളൊരു സ്കെച്ച് വരച്ചിട്ടാണ് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സ്കെച്ചിലോട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലൈൻ ഒന്ന് വായിക്കുക. അതായത് ഫ്ലോ ആൻഡ് പ്രഷർ റിക്വയർമെന്റ് എന്നതിന്റെ തൊട്ട് താഴെയുള്ള ലൈൻ. എന്താണ് മാക്സിമം റെസിഡൻഷ്യൽ പ്രഷർ അറ്റ് എനി പോയിന്റ് വിത്തിൻ ക്ലാസ് 2 സിസ്റ്റം ഷാൽ നോട്ട് എക്സീഡ് 12 bar. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. 3 ടൈപ്പ് ഇന്റർവ്യൂ ഉണ്ടാവുക ഫയർ ഫൈറ്റിംഗിൽ. HAC പോലെയല്ല. ഫസ്റ്റ് നിങ്ങൾക്ക് ജോബിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ. രണ്ടാമത്തത് നിങ്ങൾ ഓൾറെഡി ഒരു കമ്പനിയുടെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം റെപ്യൂട്ടഡ് പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ഗവൺമെൻറ് പ്രൊജക്റ്റോ അബുദാബി ഗവൺമെൻറ്റോ ദുബായ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ റിയാദ് ഗവൺമെൻറ്റോ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊജക്റ്റിലോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് കമ്പനിയിലെ കംപ്ലീറ്റ് ആൾക്കാരും ചിലപ്പോൾ ഓണർ അടക്കം ഉണ്ടാവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ആരടുത്ത്? ക്ലയൻറ്റിൻ്റെ മുന്നിൽ. മനസ്സിലാവും. ഇപ്പോൾ ലുലുവിൻ്റെ ഒരു പ്രൊജക്റ്റ് വരികയാണ്. ലുലു പറയാണ് അവിടെയൊക്കെ എല്ലാ ഫ്രീസറും ഒരു ടീം സപ്ലൈ ചെയ്യണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവർ ഇവരെ പ്രൊഡക്റ്റും പഴയ പ്രൊഡക്റ്റും മാത്രമല്ല നോക്കുക, എല്ലാവരും വിളിപ്പിച്ചിട്ട് ചിലപ്പോൾ ഓണേഴ്സിനോട് ഡയറക്ടേഴ്സിനോട് GM-നോടൊക്കെ ഒരു ഫ്രണ്ട്ലി ടോക്കിലേക്ക് സംസാരിക്കുക. അത് ശരിക്കും ഇൻ്റർവ്യൂ ആണ്. നേരെ വെച്ചാൽ അവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. മനസ്സിലായി. അപ്പോൾ അത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. മനസ്സിലായി. ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ എംപ്ലോയർ ഇൻ്റർവ്യൂ, രണ്ടാമത്തെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ, മൂന്നാമത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഓരോ വർഷവും ഓരോ കമ്പനിക്കും ലൈസൻസ് ഉണ്ടാവും വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഫയർ പ്രൊട്ടക്ഷൻ കമ്പനിക്ക് ഫയർ പ്രൊട്ടക്ഷൻ ലൈസൻസ് ഉണ്ടാവും. ഇത് ഓരോ കൊല്ലവും റിന്യൂ ചെയ്യണം. ആ സമയത്തൊക്കെ വീണ്ടും ഇൻ്റർവ്യൂസ് വിളിക്കും. അപ്പോൾ UAE-ലൊക്കെ അല്ലെങ്കിൽ ഖത്തറിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ ഉള്ള 3-4 എഞ്ചിനീയേഴ്സ് മിനിമം ആണെന്നാണ് പറയുക ഫയർ പ്രൊട്ടക്ഷനിൽ. 2 മെക്കാനിക്കലും 2 ഇലക്ട്രിക്കലും. ഞാനൊക്കെ ആദ്യം UAE-ൽ പോകാനുള്ള ഒരു കാരണം, ഒരു കമ്പനിക്ക് നിർബന്ധമായിട്ടും ഫയർ പ്രൊട്ടക്ഷൻ ലൈസൻസ് എടുക്കണം. ആ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക്കലും ഒരു മെക്കാനിക്കലും വേണം. അങ്ങനെ അവർക്ക് മെക്കാനിക്കൽ കിട്ടാതായപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനോട് ഒരാൾ ചോദിച്ചു മെക്കാനിക്കൽ എഞ്ചിനീയർ സാരി ഉണ്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ കസിനാണ് അതിലൊരു മാനേജർ. ഇവർക്ക് എന്നെ അറിയാം. അപ്പോൾ ഇവന് എൻ്റെ CV നേരെ ഫോർവേഡ് ചെയ്തു. മനസ്സിലാവും. അവൻ്റെ ആദ്യത്തെ ഉപദേശം എന്താ പറയുക, ഞാൻ എൻ്റെ CV അയക്കുന്നുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. 3 കൊല്ലം കഴിയാതെ ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. എന്തുകൊണ്ടാ? ഇപ്പൊ ഞങ്ങളോട് 3 കൊല്ലം പറയില്ല, ഞങ്ങളോട് 2 കൊല്ലം പറയണം. എന്തുകൊണ്ടാ? അടുത്ത കമ്പനി 6 മാസം കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും, കോള് വരും. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ തന്നെ ചിലപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് പറയും നമ്മളെ കമ്പനിക്ക് പറഞ്ഞു. സംഭവിക്കും. എന്താ കാര്യം വെച്ചാൽ അവിടെ കല്യാണം കളവാണം മുടിയാഴ്ചകളൊന്നുമില്ലല്ലോ, എന്നും വർക്ക് ചെയ്യല്ലേ. അപ്പോൾ റെഗുലറായിട്ട് പോകും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ആകുമ്പോഴല്ലേ എല്ലാം പ്രശ്നം വരുന്നു. ഓണം വരുന്നു, വിഷു വരുന്നു, പെരുന്നാൾ വരുന്നു, അല്ലേ? അവിടെ അതൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പറയും എന്തിനാ ഓണം, ഉച്ചക്ക് സദ്യ ഓഫീസിലാക്കിയാൽ പോരെ, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. അതിനെ കുറച്ച് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓണമായിരിക്കും വെച്ചിട്ട് എന്താക്കാനും. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ പല ആൾക്കാരും അവിടെ ലീവ് എടുക്കാറില്ല. പൊതുവെ ലീവ് എടുത്താൽ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ അധികം ആൾക്കാർക്കും അറ്റൻഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അറ്റൻഡൻസ് കിട്ടിയാലും ഓവർ ടൈം കിട്ടിയാലും ലാസ്റ്റ് ആനുവൽ ലീവിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. മൊത്തത്തിൽ എടുത്തിട്ട് ഒരു കൊല്ലം 30 ദിവസം ലീവ് എടുക്കും. മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ചില ഈ ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, ഈ ഇൻ്റർവ്യൂസിൽ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആ കമ്പനിക്ക് എന്താ ആവശ്യമുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തത് ആ ക്ലയൻറ്റ് ചെയ്ത പ്രൊജക്റ്റിലെ സ്റ്റാൻഡേർഡ് നമുക്കറിയാവുന്നതാണ് ചോദ്യം. മൂന്നാമത്തെ കമ്പനീൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എഞ്ചിനീയേഴ്സിൻ്റെ വിസ അവിടെ ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് ലൈസൻസ് കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ട്, അല്ലേ? അതിൽ എത്ര എഞ്ചിനീയേഴ്സിനെ നമ്മൾ നോക്കലുണ്ടോ? ഇല്ല. എത്ര സൂപ്പർവൈസറിനെ നോക്കലുണ്ടോ? ഒന്നും നോക്കില്ല. പക്ഷേ റെക്കഗ്നൈസ്ഡ് കമ്പനികൾ, ഗവൺമെൻറ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് കമ്പനികളാണെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ പൊസിഷനുണ്ട്, കൃത്യമായിട്ടുള്ള ബയോഡാറ്റ ഉണ്ട്. മനസ്സിലായി. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ സാധാരണ സിവിൽ ഡിഫൻസിൽ ഫയർഫോഴ്സിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ സാധനം. എന്താണ്? മാക്സിമം പ്രഷർ. ക്ലിയറാ?
The minimum flow and residual pressure required hydraulic remote at top most 25 mm fire hose outlet shall not be less than എന്താണ് 6.5 GPM at 6 bar എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സൈറ്റിലെ റിക്വയർമെന്റ് 4.5 ബാർ മതി എന്ന് പറയാറുണ്ട്. അതിന്റെ റീസൺസ് പറഞ്ഞുതരാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, നമുക്ക് പിന്നെ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് ഒരു പിന്നെ ബിൽഡിങ്ങിൽ അത്യാവശ്യം വേണ്ട ഒരു പോയിന്റ്. ഏതണ്ട ചെറിയ കറക്ഷൻ ഉണ്ട് പറയാം. ഇത് ക്ലിയർ അല്ലേ? ഇപ്പോ ഇവിടുന്ന് ഒന്ന് എഴുതണ്ട കേട്ടോ, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാണ്ട്. കാരണം ഇതിൽ ചില വാല്യൂസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ശരിക്കും പഠിച്ചു കൊടുക്കണം. ഇനി പൈപ്പ് സൈസും കാര്യങ്ങളും പറയുന്നുണ്ട്, ഓരോന്നിന്റെ സൈസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പിന്നെ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണ്? 322 ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണ്? ഫയർ ഹോസ് റീലിന്റെ കംപ്ലീറ്റ് ഡിസൈൻ റിക്വയർമെന്റ് എന്താണ്? ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഹാൻഡ് ബുക്കിൽ ഈ 3 പേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യണം. മനസ്സിലായോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ലൊക്കേഷനിലും പോകുമ്പോഴും എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും ഇതിനെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട. ക്ലിയർ? ഇതേ സംഭവം നമുക്ക് അപ്പുറത്തും കൂടി നോക്കണം. അപ്പം അതിനു മുമ്പ് ഓക്കെ താഴോട്ട് പോട്ടെ. എല്ലാവരും 2018 ഉള്ള ആൾക്കാരൊന്ന് ഓപ്പൺ ചെയ്യാം. 2018 ഒരാൾ ഓപ്പൺ ചെയ്താൽ മതി. തൊട്ടടുത്ത ആൾ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ, ഇതിപ്പോൾ ആവശ്യം വരും. അടുത്ത ചാപ്റ്റർ കണ്ടോ, 2018 കൊടുത്തത് കംപ്ലീറ്റ് ഈ ലെവലിലാണ്. പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കൊടുത്തത്. അതിൽ ചാപ്റ്റർ 9 ആണ്. നമുക്ക് അവിടെയും ഇവിടെയും പറഞ്ഞത് ഒരേ ചാപ്റ്റർ നമ്പറാണ്. അപ്പോൾ 8 എന്ന് പറയുന്നത് ഫയർ ഡിറ്റക്ഷൻ, 9 എന്ന് പറയുന്നത് ഫയർ പ്രൊട്ടക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 523 പേജിൽ പോകണം. അവിടെ ക്ലിക്ക് വരുന്നുണ്ട്, ലോഡ് ഉണ്ടാവും മൊബൈലിൽ. കുറച്ച് ഹെവിയാണ് കേട്ടോ ഈ ഫയൽ. ഓക്കെ, ഇതാണ് നമ്മളെ അടുത്ത പേജ്. പേജ് നമ്പർ 523 ആണ് 2018. നേരത്തെ നിങ്ങൾ ചാപ്റ്റർ നമ്പർ 9 പേജ് പറഞ്ഞ പോലെ തന്നെ 523. എല്ലാ ഡോക്യുമെന്റിലും ചില കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്താണ് കണ്ടിട്ട് നീ മനസ്സിലാവുണ്ടോ? എന്താണ് മൊബൈൽ ഓണല്ലേ? ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ട് ഓണാക്കി.